ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ വ്യോമാക്രമണം. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമെന്ന് ഇസ്രയേൽ. മധ്യസ്ഥ ചർച്ചകൾക്കായി ഹമാസ് ചീഫ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ ദോഹയിൽ. വിവരങ്ങളുമായി രുജീഷ് വി രവീന്ദ്രനാണ് ചേരുന്നത്. ഇസ്രയേൽ ഗാസയിൽ ആക്രമണം തുടങ്ങിയ പശ്ചാത്തലത്തിൽ ഹമാസിന്റെ എല്ലാ നേതൃത്വത്തെയും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചാണ് ഗാസയിൽ വ്യാപകമായ ആക്രമണം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് ഗാസയിലെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെല്ലാം പല കാലങ്ങളിലായി ഇപ്പോൾ ഖത്തറിലാണ് അഭയം തേടിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഖത്തറിലേക്ക് കൂടി ഇപ്പോൾ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിൽ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് ഒരു ആക്രമണം പോകുന്നത്, ഇസ്രായേൽ ആക്രമണം കടക്കുന്നത് സാധാരണഗതിയിൽ അസ്ഥിരമായി നിൽക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാജ്യങ്ങളിലേക്കുള്ള മധ്യേഷ്യയിലെ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഖത്തറിലേക്ക് നേരിട്ട് ഒരു ആക്രമണത്തിലേക്ക് പോകുന്നത് വലിയൊരു യുദ്ധഭീതിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. കാരണം പ്രധാനമായും ഖത്തർ തലസ്ഥാനമായ ദോഹയുടെ പ്രധാന കേന്ദ്രമായ ഖട്ടാര മേഖലയിൽ വ്യാപകമായ ആക്രമണമാണ് ഉണ്ടായത്. 10 സ്ഫോടനങ്ങളെങ്കിലും ഉണ്ടായി എന്നാണ് റോയിറ്റേഴ്സ് അടക്കമുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വ്യാപകമായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പ്രധാനമായും ഹമാസ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം കൂടിയായ അൽറയ്യ അടക്കമുള്ള നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അവരുടെ പൂർണ്ണമായി ഈ മരണകാര്യമായതുകൊണ്ടാണ് പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഖത്തർ ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയവും ഖത്തർ പറയുന്നില്ല ഇത് ദോഹയിലാണ് ആക്രമണം നടന്നത് എന്ന കാര്യം പറയാതെയാണ് ഖത്തർ ഇസ്രായേലിനെതിരെ ഇപ്പോൾ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ സിറിയയിൽ ഉണ്ടായി എന്നാണ് ഖത്തർ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നീതിക്ക് നിരക്കാത്തതാണ് എന്നുകൂടി, ഇതൊരു ഭീരുത്വമുള്ള ആക്രമണം എന്ന് ഇസ്രായേലിനെ വിമർശിക്കുകയാണ് ഖത്തർ. അത്തരത്തിൽ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. പ്രധാന നേതാക്കളെ, ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം. അത് സാധാരണഗതിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണം എന്ന കാര്യത്തിൽ വലിയ ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നടന്നു വരുന്നതിനിടയിൽ അത് പല തട്ടുകളിലായി ഓരോ ഘട്ടത്തിലും അത് സമാധാനം ഗാസയിൽ ഉണ്ടാകും എന്ന തരത്തിലൊക്കെ ഹമാസും ഇസ്രായേലും തമ്മിൽ ഒരു സമാധാനത്തിലേക്ക് പോകുമെന്ന തരത്തിലൊക്കെ ഒരുപാട് ചർച്ചകൾ അതിനിടയിൽ നടന്നു. പക്ഷെ അതിനിടയിലെല്ലാം ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതാണ് സമീപകാലത്തെല്ലാം നമ്മൾ കണ്ടത്. ഓരോ ഘട്ടത്തിലും ആക്രമണം കടുപ്പിക്കുമ്പോൾ നമുക്കറിയാം ഗാസയിൽ ഏകദേശം 50,000-ഓളം ആളുകൾ മരിക്കുന്ന കാഴ്ച, കുട്ടികൾ പട്ടിണി കിടന്ന് മരിക്കുന്ന കാഴ്ച, ഇപ്പോഴും അവിടെ അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായങ്ങൾ പോലും എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം. അവിടെയും ഹമാസ് സ്ഥിരമായി ഇസ്രായേലിനെതിരെ ഈ തരത്തിൽ ഒരു പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന അതിനിടയിൽ തന്നെ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണം ഇതിന്റെ ഒരു പശ്ചാത്തലമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഇസ്രായേലിൽ ഒരു ആക്രമണം, ഒരു അക്രമി നേരിട്ട് ബസ്സിൽ ഉണ്ടായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെ വലിയ തരത്തിൽ ഈ ഹമാസിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇസ്രായേലി സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാകാം ഹമാസ് നേതാക്കൾക്കെതിരായ ഒരു ആക്രമണമെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പല ആളുകളും അതിനോട് പ്രതികരിക്കുന്നത്. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു ആക്രമണം, അത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള ആക്രമണത്തിനപ്പുറത്തേക്ക് അതിന് സംരക്ഷണം ഒരുക്കുന്ന രാജ്യം എന്തായാലും അതിനിർണായകമായിട്ടുള്ള വിവരം തന്നെയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നു. മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം എന്നാണ് പറയുന്നത്. ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണമായിട്ടില്ല. മധ്യസ്ഥ ചർച്ചകൾക്കായി ഹമാസ് ചീഫ് ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ ദോഹയിൽ എത്തിയ ഒരു സാഹചര്യത്തിലാണ്, അവർ അഭയം ഖത്തറിൽ തേടിയ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹമാസ് ഗാസയ്ക്ക് പുറമെ മറ്റ് മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടി ആക്രമണം അഴിച്ചുവിടുന്നു എന്നുള്ളതാണ്. ഖത്തറിലേക്ക്, ദോഹയിലേക്കാണ് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം പലതരം വിവരങ്ങൾ പുറത്തേക്ക്